ഇപ്പോൾ നമ്മളിപ്പോൾ മുഹമ്മദ് ഹനീഫ് രാഷ്ട്രീയ നിരീക്ഷണം കൂടി ചേരുന്നു. ശ്രീ മുഹമ്മദ് ഹനീഫ്, നിരവധി വിഷയങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ ക്യാരി ഓവർ ചെയ്യുന്നതാണ് ജനങ്ങൾ. അതിൽ ഏത് വിഷയമാകും ഇതിൽ ഹിറ്റായിട്ടുള്ളത്? ഒരു ഘട്ടത്തിൽ LDF സർക്കാർ സ്വീകരിച്ച വർഗീയ പ്രീണന നയം, അല്ലെങ്കിൽ വർഗീയത പറയുന്നവരെ പിന്തുണച്ചു എന്നുള്ള ആക്ഷേപം, അത് UDF ഉന്നയിക്കുന്ന ഒന്നാണ്. 2, ശബരിമല വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, സ്വാഭാവികമായി ഉണ്ടാകുന്ന 10 വർഷത്തിലെ ആന്റി ഇൻകംബൻസി. ഇതിലേതായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് ഇതിൽ 2 തരംഗം, ഒരു ഇരട്ട തരംഗം പ്രവർത്തിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒന്നാമതായി നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ട മുസ്ലിം വോട്ടുകളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, CPM-ന്റെ എന്താ പറയുക പുതിയ ചങ്ങാതികളുമായി, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മതനിരപേക്ഷ വിരുദ്ധമായ വലിയ തോതിലുള്ള പ്രചരണങ്ങൾക്ക് CPM കൂടെ നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കി. അതിനെ മുഖ്യമന്ത്രി പോലും അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തപ്പോൾ അതിനെതിരായ രൂക്ഷമായ പ്രതികരണം ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് അത് കേരളത്തിലുടനീളം നമ്മളത് കണ്ടതാണ്. അതിൻ്റെ ഒരു തരംഗം തീർച്ചയായും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഭരണവിരുദ്ധമായ ഒരു തരംഗവും ഉണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ തരംഗവും വർഗീയ വിരുദ്ധമായ തരംഗവും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാം. നമ്മൾ എടുത്തു നോക്കിയാൽ ഇതിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടുന്ന 2-3 ജില്ലകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പാലക്കാടാണ്, മറ്റൊന്ന് തൃശ്ശൂരാണ്, മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂരിനെ കുറിച്ച് പറയുന്ന ഒരു ഘട്ടം CPM-ന് എന്തെങ്കിലും തിരിച്ചടി, CPM-ന്റെ അടിയിൽ നിന്ന് നേടുന്ന തിരിച്ചടി ഉണ്ടാവുമ്പോൾ